നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 10ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് 3373 ഫയലുകൾ കോടതിയിലെത്താതെ കാണാതെ പോയ ഇടുക്കി ജില്ലയിലെ പോലീസിൻ്റെ മറ്റൊരു തരികിട പരിപാടിയായ പോലീസ് ക്യാൻറ്റീൻ എന്ന ഓമന പേരിൽ വിളിക്കുന്ന ഹോട്ടലുകളെ പറ്റിയാണ്. ഏതാണ്ട് 2000 ആണ്ടിലൊക്കെ തട്ടുകടകൾ പോലെ തുടങ്ങി 2017 ആയപ്പോഴത്തേക്ക് ബാർ ഒഴികെയുള്ള സൗകര്യങ്ങളോടുകൂടിയ ഒരു ദിവസം 3,50,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും ഇടയിൽ കച്ചവടം ഉണ്ടായിരുന്ന, വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന നെടുങ്കണ്ടം, കട്ടപ്പന, തൊടുപുഴ, അടിമാലി എന്നീ 4 ക്യാൻറ്റീനുകളിലും അത്ര വിപുലമായ സ്റ്റേജിലെത്താത്ത മൂന്നാറിലെയും പീരുമേട്ടിലെയും ഉൾപ്പെടെയുള്ള 6 ക്യാൻറ്റീനുകൾ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു. ഞാൻ നേരത്തെ ഈ 8ാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശമ്പളം പൊതുഖജനാവിൽ നിന്നും, ജോലി പോലീസ് സൊസൈറ്റിയിൽ നിന്നും. ഇവിടെ ശമ്പളം പൊതുഖജനാവിൽ നിന്നും, ജോലി ഹോട്ടലിലുമായിരുന്നു. ഇവരൊക്കെ വർഷത്തിൽ ഒരു ദിവസം പോലും ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ ലീവ് എടുക്കാറില്ല. ഫുള്ള് ഡേ ഓഫ് ഉൾപ്പെടെയുള്ള അലവൻസുകൾ ഇവർ കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സാമ്പത്തികം പ്രധാനമായും വന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലോണുകളായിട്ട് എടുപ്പിച്ചുകൊണ്ടിരുന്നത് പോലീസ് സൊസൈറ്റികളുടെ നിന്നുമാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥർ ലോണെടുത്ത് ക്യാൻറ്റീന് കൊടുത്ത വിവരം അവർ അറിഞ്ഞതുപോലും വളരെ വൈകിയാണ്. അവരറിയാതെ തന്നെ ചില പേപ്പറുകളൊക്കെ ഒപ്പിട്ട് അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും പിന്നീട് റിക്കവറിയൊക്കെ ആയി പ്രശ്നങ്ങളായപ്പോഴാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ തൻ്റെ പേരിൽ ലോണുണ്ടെന്ന് അറിഞ്ഞതുപോലും. അസോസിയേഷൻ്റെ കാർമ്മികത്വത്തിൽ സൊസൈറ്റി, പിന്നെ ഭരണകൂട പോലീസ് സംവിധാനവും കൂട്ടിച്ചേർന്നുള്ള മറ്റൊരു ഉഡായിപ്പ് പരിപാടിയാണ് ഈ ഹോട്ടൽ ശൃംഖല. അത് 1-2 രൂപയല്ല, 50 ലക്ഷത്തിലധികം ഒക്കെ രൂപയ്ക്കാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ നിർമ്മാണം പൊതുസ്ഥലം കയ്യേറി ആരുടെ അനുമതിയോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ ജില്ലയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചില സർക്കിൾ ഇൻസ്പെക്ടർമാരും DYSPമാരും, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 6 സ്ഥലങ്ങളിലെ, അവർ പോലീസ് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഹോട്ടൽ പ്രവർത്തനത്തിൽ വളരെ ജാഗ്രതയോടെ ശുഷ്കാന്തിയോടെയും ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ CD ഫയലുകളൊന്നും കാണാതെ പോകില്ലല്ലോ. അവർ ഇൻസ്പെക്ഷനുമൊക്കെ യഥാസമയം നടത്തിയിരുന്നെങ്കിൽ ഈ ഫയലുകളൊന്നും കാണാതാവുന്ന സ്ഥിതിയും കോടതിയിൽ എത്താതാവാത്ത സ്ഥിതിയും ഉണ്ടാവുമായിരുന്നില്ല. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച് 3-4 റിപ്പോർട്ടുകൾ എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 26/11/20 ഒരു ഉത്തരവോടുകൂടി ഹോട്ടലുകളുടെ പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ പോലീസുകാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവ് ഇറങ്ങി. അതിനെ തുടർന്ന് 27/11/20 മുതൽ 30/11/20 വരെ ഈ പോലീസ് ഹോട്ടലുകൾ അല്ലെങ്കിൽ പോലീസ് ക്യാൻറ്റീനുകൾ നിർത്തിവെച്ചിട്ടുള്ളതാണ്. എന്നാൽ അവർ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് 1/12/20 മുതൽ വീണ്ടും ഈ ഹോട്ടലുകൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളതും, അതിനിടയിൽ ഒരു വിജിലൻസിൻ്റെ സർപ്രൈസ് ചെക്ക് വരികയും 19/12/20 പൂർണ്ണമായിട്ടും ക്യാൻറ്റീൻ്റെ പ്രവർത്തനം നിർത്തലാക്കിയിട്ടുള്ളതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് സംബന്ധിച്ച് 3 IPSകാർ അടങ്ങിയ ഒരു സമിതി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് 16/12/20 കൊടുത്തു. എന്നാൽ
നമ്മുടെ IPS ഇതുവരെ കേരളത്തിലെ പുതിയ IPS കേസുകൾ അന്വേഷിക്കാറില്ല. പലർക്കും അന്വേഷണം അറിയാവുന്ന സംശയം എനിക്കുണ്ട്. എങ്കിൽ പോലും അവരുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നി. എന്തായാലും ശരി, ഇത് സംബന്ധിച്ചൊരു ആക്ഷണബിൾ റിപ്പോർട്ട് വേണമെന്ന് ഒരു DIG പലർക്കും തോന്നി. എന്നോട് അന്നത്തെ എറണാകുളം റേഞ്ച് DIG ഇത് സംബന്ധിച്ചൊരു ആക്ഷണബിൾ റിപ്പോർട്ട് തരാനായിട്ട് എനിക്കൊരു കത്ത് തന്ന പ്രകാരമാണ് ഞാൻ ഈ 6 ഹോട്ടലുകളിൽ പോയി പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും വളരെ വൈകിയാണിത് എന്നെ എൻഡോഴ്സ് ചെയ്ത് തന്നത്. പൊതുവെ ഞാൻ മുല്ലപ്പെരിയാർ വന്നതിന് ശേഷം ഈ പോലീസ് സിസ്റ്റത്തിന് എന്നെ ഏതെങ്കിലും എൻക്വയറികൾ ഏൽപ്പിക്കുവാനുള്ള ഒരു നട്ടൽ ഉള്ള ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു പക്ഷേ കാരണം ഞാൻ ലാസ്റ്റിൽ ഒരു 1.5 മാസം കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരി എഴുതുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഇരുന്ന ചില കേസുകളൊക്കെ പൊടിയടിച്ചതൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ എടുത്ത് നോക്കിയപ്പം CPMൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഒരു വിജിലൻസ് കേസിൽ പ്രതിയാക്കി ഞാൻ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്ത് ആ സാഹചര്യത്തിലാണ് ഞാൻ കോഴിക്കോട് നിന്ന് മുല്ലപ്പെരിയാറിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ഈ റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ച പ്രകാരം ഞാൻ സമയപരിധി കുറവായിരുന്നു എങ്കിൽ പോലും 4 ക്യാൻറ്റീനുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തു. അതായത് അതിൽ ആദ്യത്തെ റിപ്പോർട്ട് 26/4/24 രണ്ടാമത്തെ റിപ്പോർട്ട് 1/5/24 മൂന്നാമത്തെ റിപ്പോർട്ട് 30/5/24 അവസാന റിപ്പോർട്ട് ഞാൻ പെൻഷനാകുന്ന 31/5/24 4 റിപ്പോർട്ടുകൾ കൊടുത്തു. ഈ 4 റിപ്പോർട്ടുകൾ കൊടുത്തത് 2 റിപ്പോർട്ട് കൊടുക്കാനുള്ളത് ഒന്ന് തൊടുപുഴയുടെയും മറ്റൊന്ന് പിരിമേടിൻ്റെ ആയിരുന്നു. സമയക്കുറവ് കാരണമാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രൈം കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം. പണാപഹരണമുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഞാൻ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായാലും ശരി, വർഷം 1.5 കഴിഞ്ഞു. നാളെ വരെ ഈ റിപ്പോർട്ടുകളിലൊന്നും ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുള്ളതും അങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതും. ഈ വീഡിയോ ഈ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടുത്തെ വിസിറ്റിംഗ് ബുക്കിൽ നല്ല റിമാർക്സുകൾ എഴുതിപ്പോയ കേരളത്തിലെ ഉയർന്ന IPS ഉദ്യോഗസ്ഥർമാർക്കായിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഈ സൊസൈറ്റികളൊന്നും ചുമ്മാ പ്രവർത്തിച്ചല്ല. SHOമാരും DYSPമാരുമാണ് ഇതിൻ്റെ രക്ഷാധികാരികളും പ്രധാന ചുമതലക്കാരും. പോലീസ് അസോസിയേഷനായിട്ട് പ്രവർത്തിപ്പിക്കുന്നവരാണ് ക്യാൻറ്റീൻ കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ ചുമതലക്കാർ. അവർ ബൈല ഉണ്ടാക്കിയിട്ടുണ്ട്, മിനിറ്റ്സ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അടിമാലിയിലൊക്കെ നടന്ന സംഭവങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർക്കൊന്ന് പോലീസിലാണോ പണിയെന്ന് തന്നെ സംശയമുണ്ട്. അടിമാലി പോലീസ് കോമ്പൗണ്ടിൽ നിന്ന മരങ്ങളൊന്നും സാധാരണ നമ്മൾക്ക് അറിയാം, ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ സ്ഥലത്ത് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മരം മുറിക്കണമെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള വാല്യുവേഷൻ അതുൾപ്പെടെയുള്ള നടപടികളൊക്കെ പാലിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന മരമൊക്കെ അവർ അവരുടെ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തി അങ്ങ് മുറിച്ചത്. ക്യാൻറ്റീൻ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞ് മിനിറ്റ്സ് ബുക്കും ബൈലയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ മുറിക്കണം, ഏതൊക്കെ ജോലികൾ ചെയ്യണം, ഏതൊക്കെ പോലീസുകാർ ക്യാൻറ്റീൻ ജോലി ചെയ്യണം, എത്ര സമയം വരെ ചെയ്യണം, ഇതെല്ലാം ഈ മിനിറ്റ്സ് ബുക്കിൽ എഴുതി രേഖപ്പെടുത്തി ഈ മിനിറ്റ്സ് ബുക്ക് കാണിച്ച് പോലീസുകാരെ വിരട്ടി ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്ന സംവിധാനമാണ് ഈ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും രസകരമായൊരു സംഭവം, അടിമാലിയിലെ പോലീസ് ക്യാൻറ്റീൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു. ഈ ക്യാമറ SHOയുടെ മുറിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം സാധാരണ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കുന്ന ക്യാമറ SHOയുടെ മുറിയിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഇല്ലീഗൽ എല്ലാ അറസ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ദേഹോദ്രവം ചെയ്യുന്നതൊക്കെ അറിയാൻ ക്യാമറ വെച്ചേക്കുന്നത് നല്ലതാണ്. നമുക്കൊക്കെ അത് സാധാരണമായൊരു സമീപനമാണ്. പക്ഷേ ഇവിടെ ഹോട്ടലുകളിൽ പോലീസുകാർ കൃത്യമായ അറ്റൻഡൻസ് എത്തിയിട്ടുണ്ടോ, ഹോട്ടലുകളിൽ കൃത്യമായി പോലീസുകാർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് പോലീസ് ക്യാൻറ്റീനിലെ ക്യാമറ SHOയുടെ മുറിയിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസിലെ ജോലി തന്നെ മാറി നമ്മൾ ഹോട്ടൽ വ്യവസായ മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ ഈ
രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ബക്കറ്റ് പിരിവൊക്കെ നടത്തിയതിന് കണക്കൊന്നുമില്ല നമ്മൾ കേട്ടിട്ടുണ്ട്. അടിമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് തുടങ്ങുന്നതിന് പ്രാരംഭമായിട്ട് നമ്മൾ ഈ കൂട്ടോട്ടമൊക്കെ സംഘടിപ്പിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലൊരു പരിപാടി നടത്തി നമ്മുടെ പോലീസുകാരിറങ്ങി കാശങ്ങ് കാശ് പിരിച്ച് 2,26,900 രൂപ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പിരിച്ചെന്നോ എത്ര കൊണ്ടുപോയെന്നോ ഒന്നും ആർക്കും ഒരു നിശ്ചയവും കാണില്ല. എന്തായാലും ഈ പറയുന്ന ഇവരുടെ കണക്ക് പ്രകാരം 2,26,900 രൂപ ഈ ഇതിലേക്ക് പിരിച്ചെടുത്തായിട്ട് കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഒരു പോലീസ് സിസ്റ്റം പ്രവർത്തിച്ചിരുന്നോ, ഇൻ്റലിജൻസ് വിജിലൻസ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം, ഈ മേലുദ്യോഗസ്ഥന്മാർ ഉറങ്ങുമായിരുന്നോ എന്നുള്ള ഒരു സംശയം നമുക്ക് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചെരുപ്പ് അടിക്കാരായിട്ട് കഴിഞ്ഞുകൂടി വന്നിരുന്നവരാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, മിസ്അപ്രോപ്രിയേഷൻ്റെ പരമ കോടിയിലായിരുന്നു ഈ ക്യാൻറ്റീനുകളുടെ പ്രവർത്തനം. കാരണം കണ്ടമാനം വരുമാനം ഉണ്ടായി, കണ്ടമാനം ലാഭം ഉണ്ടായി. അതെങ്ങനെ പലരും പല വഴിക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഈ പറയുന്ന ഇതിൽ 4 പോലീസ് സ്റ്റേഷനിൽ 2 പോലീസ് സ്റ്റേഷനിൽ 15,000 രൂപ വെച്ച് ഇവർ കൊടുത്തായിട്ട് കണക്ക് കാണിക്കുന്നുണ്ട്. 2 പോലീസ് സ്റ്റേഷനിൽ 10,000 രൂപ വെച്ച് കൊടുത്തായിട്ട് ഇവർ കണക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ 4 പോലീസ് സ്റ്റേഷനിലെയും പ്രൈവറ്റ് ക്യാഷ് ബുക്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പൈസ കിട്ടിയെങ്കിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ 4 പോലീസ് സ്റ്റേഷനിലെയും പ്രൈവറ്റ് ക്യാഷ് ബുക്ക് പരിശോധിച്ചതിൽ അവിടെ ഈ പൈസകളൊന്നും എത്തിയതായിട്ട് രേഖയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടിയവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിൽ വലിയ തമാശ, ഇടവിലക്കുടിയിൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തിൽ അവരുടെ പേരിലൂടെ തട്ടിപ്പടന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ഫോട്ടോ ആൽബത്തിന് വേണ്ടി ഒരു 10,000 രൂപ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കൈപ്പറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് ആ പർപ്പസിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതെല്ലാം തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും അതിൻ്റെ കോടിയിലായിരുന്നു ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തവും തെളിവുകളുമാണ്. പിന്നെ ഇതിൻ്റെ ഏതെങ്കിലും വരവ് ചിലവ് കണക്കുകളോ അക്കൗണ്ടോ ഹാജരാക്കാനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആരും തന്നെ തയ്യാറായിട്ടില്ലാത്തതാണ്. ഇതുമായി എൻക്വയറിയായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ നിരവധി തവണ നോട്ടീസ് കൊടുത്തെങ്കിലും ഇവരുടെ കയ്യിലൊന്നും കണക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവർ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ള രീതിയിൽ ഇതുവരെ റെക്കോർഡുകളൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും അവൈലബിൾ ഡീറ്റെയിൽസ് വെച്ച് പരിശോധിച്ചതിൽ ഒരു ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് രാമകൃഷ്ണ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊടുത്തായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു നമ്മളൊരു പരിശോധന നടത്തിയാൽ അത്രയും പൈസ അവർക്ക് കൊടുത്തിട്ടില്ല. അത് അവിടുത്തെ ലോക്കൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ആണ് അവർക്ക് ചികിത്സാ സഹായം കൊടുത്തതെന്നും ഇവരവിടെ എന്തോ ഒരു ബോക്സോ എന്തോ വെച്ചിട്ട് കുറച്ച് പൈസ കിട്ടിയത് അവർ കൊടുത്തല്ലാതെ ഈ 5 ലക്ഷത്തിന് ഉപരിയായിട്ടൊരു പ്രകാരമുള്ള ഒരു തുക അവർക്ക് നൽകിയിട്ടില്ല എന്ന് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 5,91,094 രൂപ രാമകൃഷ്ണ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊടുത്തു എന്നാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ അവർക്ക് സാമ്പത്തിക സഹായം ആ വാർഡിലെ ആളുകൾ അവരുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അവർ പൈസ കൊടുത്തിട്ടുണ്ട്, വലിയ തുക തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ഇവരത്രയും രൂപ കൊടുക്കാതെ ഇവർ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ ബോക്സുകൾ വെച്ചിട്ട് അതിൽ കിട്ടിയ പൈസ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ കണക്കുകളിൽ ഒരു രീതിയിലും പൊരുത്തപ്പെടുന്ന കണക്കുകളല്ലാത്തതുകൊണ്ട് ആസൂത്രിതമായിട്ട് ഇവർ നശിപ്പിച്ചതാണ്. ഇനി ഇവിടെ നടത്തിയ വിജിലൻസ് എൻക്വയറി എന്തിനായിരുന്നു എന്നൊരു സംശയം കൂടെ നമുക്ക് ബലപ്പെടുന്നുണ്ട്. അവർ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇത് സർക്കാർ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടെത്തിയോ എന്ന സംശയം എനിക്കുള്ളത്. കാരണം അവർ നോ ആക്ഷൻ റെക്കമെൻഡ് ചെയ്തെന്നാണ് ആരോ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇവർ അങ്ങോട്ട് പോയതെന്നുള്ള ഒരു സംശയവും നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തതാണ്. നെടുങ്കണ്ടത്തും ഈ പറഞ്ഞ പോലെ വളരെ വിശാലമായൊരു പോലീസ് ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നു. അവിടെ 4/11/2020 ഒരു എക്സ് മിലിറ്ററിക്കാരനും അദ്ദേഹത്തിൻ്റെ 2 ജോലിക്കാരുമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലേറ്റ് എത്തിച്ചപ്പോൾ 3 പ്ലേറ്റ് വന്നതിൽ ഒരു പ്ലേറ്റിൽ എന്തോ അവശിഷ്ടം
അതായത് എന്തോ വേസ്റ്റ് കണ്ടു. അപ്പോൾ ആ പ്ലേറ്റ് ഒന്ന് മാറ്റണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അയാൾക്ക് ഫുഡ് കിട്ടിയതുമില്ല. അവസാനം ഇയാൾ ഫുഡ് ഇതുവരെ വന്നില്ല, പ്ലേറ്റ് മാറ്റിയതുമില്ല എന്ന വിഷയം ഉന്നയിച്ചപ്പോഴത്തേക്ക് അവിടെ ചില വാക്ക് തർക്കങ്ങളുണ്ടാവുകയും ഉച്ചയ്ക്ക് സമയമായിരുന്നു, ഊണ് സമയമായിരുന്നു. ഈ ക്യാൻറ്റീൻ്റെ ക്യാഷ് കൗണ്ടറിലിരുന്ന പോലീസുകാരൻ്റെ ഇവർ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ ചെടിയ അടി പ്രശ്നങ്ങളുണ്ടാക്കി. എന്നിട്ട് ഈ ക്യാൻറ്റീൻ ഡ്യൂട്ടിയിൽ ക്യാഷ് കൗണ്ടറിലിരുന്ന പോലീസുകാരൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണമാക്കി ഡ്യൂട്ടി. കാരണം അയാൾ ട്രഷറി ഡ്യൂട്ടിക്കാരനോ മറ്റോ. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഹോട്ടലിൽ ജോലി ചെയ്ത പോലീസുകാരൻ്റെ ഡ്യൂട്ടി ഔദ്യോഗിക കൃത്യനിർവഹണമാക്കി മാറ്റി 332 IPC ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പ്രധാന 6 വകുപ്പുകൾ ചേർത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഇമാതിരി തട്ടിപ്പുകളാണ് ഈ പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്പർ 1 പോലീസാണ്, പ്രബുദ്ധ കേരളത്തിലെ പോലീസാണ്. ഇവിടെ ഹോട്ടൽ നടത്താം, സൊസൈറ്റി നടത്താം, എന്ത് വേണമെങ്കിലും പോലീസുകാർക്ക് നടത്താം. നീതി നടപ്പിലാക്കേണ്ട പോലീസ് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായ CD ഫയലുകൾ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമൊക്കെ എടുത്ത പേരിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് കണ്ടെടുക്കേണ്ട ദയനീയവും ഒരു രീതിയിലും ന്യായീകരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോലീസ് സംവിധാനം എത്തിച്ചേർന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.